എജി സലാം MLA ഉഷയുടെ വീട്ടിലെത്തിയിരുന്ന അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. വളരെ ഗുരുതരമായൊരു പിഴവാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് ഏത് ഡോക്ടറാണോ ചെയ്തത് അവരുടെ യൂണിറ്റാണെന്ന് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. മെയ് മാസം 2021 മെയ് മാസം 12 ഞാൻ വരുന്ന വഴിക്ക് തന്നെ സൂപ്രണ്ടിനോടും ആരോഗ്യമന്ത്രിയോടും സംസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പരിശോധിച്ച് പറഞ്ഞ ഡേറ്റ് മെയ് 12 എന്നുള്ളതാണ് പറഞ്ഞത്, 2021. അപ്പോൾ ലളിതാംബിക ഡോക്ടറുടെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. ചെയ്തതാരാണെന്നും സ്വാഭാവികമായിട്ട് അവിടുത്തെ രേഖകൾ പരിശോധിച്ച് കാണാൻ കഴിയും. അത് കൃത്യമായി പരിശോധിച്ച് ഏത് ഡോക്ടറാണോ ഈ കുറ്റം കാണിച്ചിട്ടുള്ളത് അവർക്കെതിരായ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം. അതിനാവശ്യമായ കാര്യം ചെയ്യണമെന്ന കാര്യം ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഫോണിൽ ആരോഗ്യമന്ത്രിയെ കിട്ടി. മന്ത്രിയോട് നേരിട്ട് ഞാൻ കർശനമായിട്ട് ആ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി തിരിച്ചു അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത്. എന്തായാലും ഒരു തരത്തിൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല സംഭവിച്ചിട്ടുള്ളത്. ഉഷ വളരെ സാധാരണ ഒരു തൊഴിലാളി, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. നേരത്തെ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വാടക വീട്ടാണ് കഴിയുന്നത്. വീട് മോശമായിട്ട് ഇങ്ങോട്ട് മാറി വാടകയ്ക്ക് ഇവിടെ താമസിക്കുകയാണ്. തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളിയാണ്. അപ്പോൾ അത് വളരെ ഗൗരവമായി തന്നെ അത്തരം ഒരു പരിശോധനയും കുറ്റക്കാരെ നിയമത്തിന് മുമ്പായി കൊണ്ടുവരാൻ കഴിയുന്ന ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ട കാര്യം. മറ്റൊന്ന്, അതിപ്പോൾ റിമൂവ് ചെയ്യണം, തുടർന്ന് ചികിത്സ കൊടുക്കണം. അതിപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് ഏത് ഹോസ്പിറ്റലാണോ ചികിത്സിക്കേണ്ടതെന്ന് ആ കുടുംബം പറയുന്ന അനുസരിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കണം. ഈ രണ്ട് കാര്യമാണ് ഇത്തരമൊരു സമയത്ത് പറയാനുള്ളത്. വീഴ്ചയുണ്ടെന്ന് പ്രകടമാണല്ലോ. കത്രിയകത്ത് കിടക്കുന്ന എക്സ്റേ കണ്ടാൽ തന്നെ വീഴ്ചയുണ്ടെന്ന് പ്രകടമാണ്. അത് ചെയ്ത ഡോക്ടർമാരോട് ഒരിക്കലും ഒരു തരത്തിലും ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും കാണിക്കാൻ പാടില്ലാത്ത കുറ്റമാണ് സംഭവിച്ചിരിക്കുന്ന കാര്യം. 5 വർഷമായിട്ട് ഇവരെ ഈ പീഡനം അനുഭവിച്ചിട്ടും ഒരു അതിന് പരിശോധന നടത്താനായിട്ട് ഇതുവരെയായിട്ടും നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും വേറൊരു പ്രശ്നമായിട്ട് വരുന്നത്. അത് അവർ ഇപ്പോഴാണ് കണ്ടതെന്നാണ് അവരും. ഞാൻ ചോദിച്ചതാണ്, ഇടയ്ക്ക് പോയിരുന്നു ഞാൻ ചോദിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇവരങ്ങനെ കരുതുന്നില്ലല്ലോ, ഉള്ളിലിങ്ങനെ സംഭവിക്കുമെന്ന് രോഗിക്ക് എങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ആണ് കണ്ടത്. ആ കണ്ട സ്ഥിതി വെച്ചിട്ട് ആ തെറ്റ് കാണിച്ചവർക്കെല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റണം. അവർക്ക് ഏറ്റവും മതിയായ ചികിത്സ കൊടുക്കാനും പറ്റണം. ഈ രണ്ട് കാര്യം ഇപ്പോഴത്തെ സമയത്ത് ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് തുടർന്നുള്ള ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം 2 ഡോക്ടർമാർ ഈ ഖത്തറിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവരെ ഒരു മുറിയിലേക്ക് വിളിച്ച് പുറത്താരോടും പറയേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടണം. ഇപ്പോൾ ഞാൻ സംസാര മധ്യ അങ്ങനെ തോന്നിയില്ല. ഉണ്ടെങ്കിൽ അത് വെക്കണം. ഞാനത് ആവശ്യപ്പെട്ടത്. ഞാനത് ഇവിടുത്തെ ഡോക്ടേഴ്സ് അല്ലാതെയുള്ള ഡോക്ടേഴ്സിനെ വെച്ചിട്ട് പരിശോധിക്കണമെന്നാണ് ഞാൻ ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട കാര്യം. വണ്ടാനത്തെ ഡോക്ടേഴ്സ് അല്ലാതെ മറ്റ് സ്ഥലത്തുള്ള ഡോക്ടർമാർ അന്വേഷിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ട കാര്യം. അതെ, അത് സ്വാഭാവികം. അതാ ഞാൻ പറഞ്ഞ ചികിത്സ, ഏറ്റവും മതിയായ ചികിത്സ ആ രോഗിക്ക് കൊടുക്കണം. അതിനെന്താണോ വേണ്ട സ്വാഭാവികമായിട്ട് തുടർന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ആ കാര്യം ചെയ്തു കൊടുക്കണം. അതെല്ലാം ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മതിയായ ചികിത്സ കൊടുക്കണം. ഇപ്പോഴത്തെ ഒരു ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യം മതിയായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. അതാ കുടുംബത്തോ ഏതാ ഇപ്പോൾ സംഭവം ഉണ്ടാകുന്ന നമ്മൾ വന്നതല്ലേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം ചികിത്സ, അതാണ് ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ട കാര്യം. ചികിത്സയ്ക്കാണ്. അതാ കുടുംബം ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പോൾ എന്നോട് സംസാരിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞത്. എന്തായാലും കുടുംബം ഒന്നാകെ അവർ തീരുമാനിക്കുന്ന അനുസരിച്ചിട്ട് ആവശ്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം. ഈ പേര് പറഞ്ഞ 2 ഡോക്ടേഴ്സ് ഇപ്പോൾ റിട്ടയർഡാണ്. ലളിതാംബ ഡോക്ടറും നാസർ ഡോക്ടറും റിട്ടയർ ചെയ്തിരിക്കുന്ന 2 ഡോക്ടേഴ്സാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അന്ന് അവർ 2 പേരും അന്ന് ഡ്യൂട്ടിയിലുണ്ട്. ഈ നാസർ ഡോക്ടറുണ്ട്, മറ്റേ ആളും ഡോക്ടറുള്ളതാണ്. ഇപ്പോൾ 2 ആളും സർവീസിൽ ഇപ്പോൾ ഇല്ല, പുറത്താണ്. അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.